നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ കൊമ്പനെ അണുബാധയേറ്റിരുന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനയുടെ ജഡം കോടനാട്ടെ ഉൾക്കാട്ടിൽ സംസ്കരിച്ചു. അട്ടപ്പാടി മേലെ ഭൂതയാറിൽ നിന്നും പിടിയിലായ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മൃഗാശുപത്രിയിൽ എത്തിച്ചു. കരടിക്ക് വെറ്ററിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. ആനയുടെ ചവിട്ടേറ്റാണ് പരിക്കേറ്റതെന്നാണ് നിഗമനം. ഗുരുവായൂരിൽ ബൈക്ക് യാത്രികനെ തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് സ്വദേശി ഉണ്ണിയെയാണ് തെരുവുനായ ആക്രമിച്ചത്. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നാളെ തിരശ്ശീല ഉയരും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. 15 നാടകങ്ങൾ 8 ദിനങ്ങളിലായി 3 വേദികളിൽ 34 പ്രദർശനമൊരുക്കും. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 160 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 64,360 രൂപയായി. ഗ്രാമിന് 20 രൂപയാണ് വർദ്ധിച്ചത്. 8,045 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലുള്ള ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ട് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച് തുറന്നു നൽകി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴികാട്ടുന്ന കണ്ണട, സെൻസർ ഘടിപ്പിച്ച വേസ്റ്റ് ബാസ്കറ്റ് തുടങ്ങി വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച റോബോ ഫെസ്റ്റ് പ്രദർശനം ശ്രദ്ധേയമായി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങളിലും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ച് ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കുന്നി വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി ജെജു സെബാസ്റ്റ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവിയുടെ ഒരു ഭാഗം അറ്റുപോയി. സംഭവം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ GLP SGH സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. വിരമിക്കുന്ന അധ്യാപിക ശൈലയ്ക്കുള്ള ഉപഹാര സമർപ്പണം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നടിയും അവതാരകയും കോമഡി ഷോകളിലെ നിറസാന്നിധ്യവുമായിരുന്ന സുബി സുരേഷ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം. അപ്രതീക്ഷിതമായി മലയാള ഹാസ്യരംഗത്ത് സുബി സുരേഷിന്റെ വിയോഗമുണ്ടാക്കിയ വിടവ് ഇന്നും നികത്തപ്പെടാതെ കിടക്കുകയാണ്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റോബോട്ടിക് എക്സ്പോ സംഘടിപ്പിച്ചു. അധ്യാപകരായ കെ സൗമ്യ, KE ഷിനി എന്നിവർ നേതൃത്വം നൽകി. CPM കൊടകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സമരപ്രചാരണ കാൽനട ജാഥയ്ക്ക് മറ്റത്തൂർ, കൊടകര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സമാപന സമ്മേളനം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിനിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മട്ടത്തൂർ നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദിയും വായനശാലയും സംയുക്തമായി ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉത്സവരാവിൽ പൂരക്കാഴ്ച നടന്നു. മുല്ലയ്ക്കൽ ശ്രീമൂല സ്ഥാനത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. വടക്കാഞ്ചേരി ഗേൾസ് LP സ്കൂളിലെ വാർഷികാഘോഷം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുമരനെല്ലൂർ ദേശം ഒരുക്കുന്ന പൂരനിലാവിന്റെ ഭാഗമായി നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. K ബാലകൃഷ്ണൻ, P അയ്യപ്പൻകുട്ടി, V ശ്രീധരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനും പ്രാദേശിക ചാനൽ റിപ്പോർട്ടർക്കുമുള്ള പുരസ്കാരത്തിനാണ് അപേക്ഷകൾ ക്ഷണിച്ചത്.
ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. ഉപജില്ലാ കലോത്സവത്തിന് സ്കൂളിൽ നടത്തിയ തട്ടുകടയിലെ വരുമാനമാണ് ഇതിനായി ഉപയോഗിച്ചത്. നികുതി വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ധർണ ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്തിലെ വനിതകൾക്ക് പോഷകത്തോട്ടം പദ്ധതി പ്രകാരം ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. കോടമുക്ക് AMLP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങനം കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പ്രസന്നൻ നടികൾ, ക്ഷേത്രം മേൽശാന്തി സുബീഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. യുവമോർച്ച ദേശീയ സെക്രട്ടറി P ശ്യാംരാജ് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നടന്ന KGOU സംസ്ഥാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് സർക്കാർ ജീവനക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് VD സതീശൻ. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതി ഭരണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ BJP ഏകദിന ഉപവാസ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ഉപവാസ സമരം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ GUP സ്കൂൾ വാർഷികാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ അധ്യക്ഷത വഹിച്ചു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ തലത്തിൽ LSS USS മോഡൽ പരീക്ഷകൾ നടത്തി. KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മോഡൽ പരീക്ഷ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഞായർ തിങ്കൾ തീയതികളിൽ ആഘോഷിക്കും. ഞായറാഴ്ച നടക്കുന്ന പൂരാഘോഷത്തിൽ 45 ദേശങ്ങളിൽ നിന്നുള്ള 50 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 21ാം വാർഷികം ഞായറാഴ്ച കേച്ചേരി ജ്ഞാനപ്രകാശ് UP സ്കൂളിൽ നടക്കും. വാർഷികാഘോഷം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ എടപ്പുള്ളി ജാറത്തിൽ ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു. ചാവക്കാട് ജുമാ മസ്ജിദ് പരിസരത്തുനിന്ന് ആരംഭിച്ച താബൂത്ത് കാഴ്ച നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നു. കണിമംഗലത്ത് ഓട്ടോറിക്ഷ കാറിലിടിച്ചു മറിഞ്ഞ് യുവാവ് മരിച്ച കേസിൽ 7,29,00,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ തൃശൂർ മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിംസ് ട്രിബ്യൂണൽ വിധിച്ചു. ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന IT പ്രൊഫഷണൽ സുമേഷ് B തോമസ് ആണ് 2016 ജനുവരി 25-ന് അപകടത്തിൽ മരിച്ചത്. വളപ്പാട് GD MLP സ്കൂളിന്റെ വാർഷികാഘോഷം എഴുത്തുകാരൻ സമരൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. വളപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 1-ാം പ്രതി സിജോയ് വർഗീസിനെ കോടതി ജാമ്യം നിഷേധിച്ചു. തൃശൂർ സെഷൻ ജഡ്ജി PP സെയ്തലവിയാണ് ജാമ്യം നിഷേധിച്ച് ഉത്തരവിട്ടത്. പൂങ്കുന്നം സ്വദേശി മനോജിനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ വാർഷിക ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. സ്മരണിക പ്രകാശനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു. പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഡിജിറ്റൽ ഫെസ്റ്റ് ആഘോഷിച്ചു. കുസാറ്റ് റിട്ടയേർഡ് പ്രൊഫസർ KG നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാളെ കുടുംബസംഗമം സംഘടിപ്പിക്കും. പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പഴയന്നൂർ GHSS ഗ്രൗണ്ടിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ മുഖ്യാതിഥിയായിരുന്നു.
ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ബൈക്കിന് പുറകിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ആലത്തൂർ സ്വദേശി പുന്നക്കാട്ടിൽ വീട്ടിൽ 63 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മാടക്കത്ര പവർ ഗ്രിഡിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ദേശീയ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സുഫ്ന ജാസ്മിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി പദ്യം ചൊല്ലൽ, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ മുഹമ്മദ് അജ്സലിനെയും അനുമോദിച്ചു. അനുമോദന യോഗം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന M സുകുമാരപിള്ളയുടെ 11ാമത് ചരമവാർഷികം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. M സുകുമാരപിള്ള ഫൗണ്ടേഷൻ പ്രസിഡന്റ് MP ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. മായന്നൂർ GUP സ്കൂളിൽ അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും പൂർവ്വ സംഗമവും നടന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.